ഞാൻ അമ്മയും കൂടിയിട്ടേ ഇന്നൊരു അമ്പലത്തിൽ പോവാ. ചിറക്കൽ അമ്പലം, അത് നമ്മളെ പറപ്പൂർ വഴിയാണ്. അപ്പോൾ കുറേ നാളായി അമ്മ ഒരു വഴിപാട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക്. അപ്പോൾ ഞാൻ അമ്മയും കൂടിയിട്ടാണ് പോവാട്ടാ. എന്താണ് നമുക്ക് പറയാനുള്ളത്? വഴിപാട് എന്തായിരുന്നു വഴിപാട് അമ്മയുടെ? കുറേ നാളായി പൈസ വെച്ചിട്ടേ അതൊന്നും ഇടണോ, കുറേ നാളായി വിചാരിച്ചിട്ട് പോവാന്. ഇന്നൊന്ന് പോവാന്ന് ആയിക്കോട്ടെ. അതായത് നല്ല ശക്തിയുള്ള ദേവിയാണ് അവിടുത്തെ, ചിറക്കൽ ഭഗവതി എന്ന് പറയും. അതിൻ്റെ ഏരിയത്തിനാണ് ചിറക്കൽ കാളിദാസ് എന്ന് പറഞ്ഞ ആനയുള്ള ഒരു വീടൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ രാവിലെ 10 മണിയായി. ഞങ്ങൾ ഈ കാഞ്ഞാന് വഴിയാണ് പോണത്. പറപ്പൂര് അങ്ങനെ ഷോർട്ട് കട്ടിൽ പോകണം. അപ്പം ഇനി അവിടെ എത്തിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. പോണ വഴിക്ക് ഞാൻ അമ്മ ഒറ്റയ്ക്കുള്ളൂ. ഇങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവും. ഇങ്ങനെ ഒറ്റയ്ക്ക് രണ്ടാളും ഒരുമിച്ച് കിട്ടുന്ന സമയങ്ങളില്ലല്ലോ. ഭാര്യ മോനും വന്നിട്ടില്ല, മോനും സ്കൂളിൽ പോയി. ഭാര്യയ്ക്ക് ഡാൻസ് കാര്യങ്ങളുള്ള കാരണം ഒരു വീട്ടിലാണ്. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഓരോരോ എന്തെങ്കിലുമൊക്കെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവന്നെ. അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് നമ്മൾ ചിറക്കലെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ആനുള്ള വീടെന്ന് പറഞ്ഞില്ലേ, ഈ വീട്ടിലാണ് ആനയൊക്കെ ഉള്ളത്. ഞങ്ങളങ്ങനെ ചിറക്കൽ അമ്പലത്തേക്ക് എത്താറായി. നോക്കുമ്പോൾ റോട്ടിലൊരു ആന. റോഡ് ചെറിയ റോഡായ കാരണം അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് ആനനെ കണ്ടപ്പോ അമ്മയ്ക്ക് എന്താ തോന്നി? എനിക്ക് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആന ഉണ്ടായിരുന്നേ, അതിന്റെ ഒരു ഓർമ്മ വന്നു. അത് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. എന്തുട്ടപ്പ ആനയുടെ പേരായിരുന്നു? ആനയുടെ പേര് ഗുണശീലൻ. ആന എന്താ പറ്റിയപ്പോ? ആന എന്തുണ്ടായി? ആനേനെ മരം പിടിക്കാൻ വേണ്ടിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന പാപ്പന്മാര് അതിനെ മർമ്മത്തടിച്ചിട്ട് അത് ചത്തു. അതുണ്ടായത്. ചത്തൂല്ല, ചെരിഞ്ഞു. അത് ചെരിഞ്ഞു. അത് ആനേരെ മർമ്മത്ത് നോക്കിട്ട് അടിച്ചാലേ അതിന് പറ്റില്ലല്ലോ. എന്താ ഏതാവും ഈ ആന കേട്ടാ. ചിറക്കൽ അമ്പലം കുറച്ചും കൂടി ഉണ്ട് ആനയുള്ള കാരണം. അവര് നമ്മളോട് കയറി പോയിക്കോളാനൊക്കെ പറഞ്ഞു, പക്ഷെ നമുക്കൊരു പേടി. അപ്പൊ ചിറക്കൽ അമ്പലം എത്തി. ആ കാണുന്നതാണ് ചിറക്കൽ അമ്പലം. ചേട്ടാ ഇത് ആനയുടെ പേരെന്താ? ആനയുടെ പേരെന്താ? ചിറക്കൽ പരമേശ്വരൻ അല്ലേ? അങ്ങനെ ചിറക്കൽ പരമേശ്വരനാണ്. ഞങ്ങളങ്ങനെ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട്. കടമുറികളൊക്കെ വന്നു. അമ്പലം അടച്ചിട്ടില്ല. നോക്കട്ടെ ഫ്രണ്ടില്. ഇല്ല, അടച്ചിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രസാദമൊക്കെ കിട്ടി. അതുകൊണ്ട് അമ്മയുടെ വഴിപാടൊക്കെ കണ്ട് കംപ്ലീറ്റ് ആയിട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് വരുന്നത്. വലിയ അമ്പലം. അങ്ങനെ ഞങ്ങളെ ചിറക്കൽ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഒരു കൂട്ടുകാരി ഉണ്ട്. വീട് എവിടെയാണെന്ന് അറിയില്ല, ഒളരിയിലാണ്. അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുള്ളത്. എന്തായാലും ഇറങ്ങിയ വഴിക്ക് ഇങ്ങോട്ടൊക്കെ പോയിട്ട് നമ്മുടെ കൂട്ടുകാരിനെ കണ്ടിട്ട് വരാം. അല്ല, എത്ര കാലമായി കണ്ടിട്ട് കൂട്ടുകാരിനെ? അമ്മ കൂട്ടുകാരിനെ കണ്ടിട്ട് 50 വർഷം കഴിഞ്ഞു. ഇന്നവരെ കണ്ടിട്ടില്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ മീറ്റിംഗ് കൂടിയപ്പോ കണ്ടു. അത് ശരി. അപ്പൊ ആളെ വീട്ടിലേക്ക് ലൂസി എന്നാണ് കൂട്ടുകാരിയുടെ പേര്. അപ്പൊ ലൂസിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം. ലൂസി പറയും വന്നോളൂ എന്നൊക്കെ പറയും. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോവാ. ഈ വഴിക്ക് വന്നപ്പോ ഒന്ന് പോവാന്ന് വിചാരിച്ചു. എന്തായാലും പോവാ. വേറെ പരിപാടികളൊന്നുമില്ല. അമ്മക്ക് ഉള്ള ദിവസമാണ്. അമ്മ എന്താ പറഞ്ഞ അങ്ങോട്ട് പോവന്നെ. അപ്പൊ എന്തായാലും വീട്ടിയതല്ലേ. ഷോപ്പില് അച്ഛനും ഉണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നേരെ തൃശ്ശൂർക്ക് പിടയ്ക്കാം. അല്ല, അതിന്റെ നമ്പർ വല്ലതും ഉണ്ടോ? വീട്ടിലെ ആളുണ്ടോന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അപ്പൊ ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ. അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി കൂട്ടുകാരിയുടെ എത്തിയിട്ട് കാണാം. അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് എത്തി. ഇതാണ് വീട് കേട്ടാ. വരണം വിചാരിച്ചിരിക്കണേ. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചു. അങ്ങനെ കണ്ടെത്തി. ലൂസി എന്നാണ് ഇട്ട പേര്. അപ്പൊ ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. അതെ, 74-75 ബാച്ചിലത്തെ ഫ്രണ്ട്സാണ് നമ്മള്. SLC ബാച്ച്. അത് ഇന്ന് ഈ ദിവസം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചതിന് ദൈവത്തിന് 100 നന്ദി പറയുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് വീട് കാര്യങ്ങളൊക്കെ കേട്ടാ.
സംസാരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. അമ്മയും മോനും കൂടി വന്നു. സന്തോഷം. അങ്ങനെ അമ്മയുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി അമ്മ ഹാപ്പിയാണ്. കുറെ നാളത്തിന് ശേഷം ആ ചേച്ചി ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അമ്മ ഒരു ബൈ പറഞ്ഞോ. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ലൂസീനെ കണ്ടു. കുറച്ചു നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. കാപ്പിയൊക്കെ കുടിച്ച് സന്തോഷമായി. അവൾക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. അപ്പോൾ ഞങ്ങളിനി മടങ്ങണം. അപ്പോൾ ബൈ.